കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വർഷം തോറും ആഘോഷത്തോടെ നടത്തുന്ന ഒരു ചടങ്ങാണ് പൊങ്കാല. ക്ഷേത്രത്തിൽ മാത്രമല്ല, വിശേഷ ദിവസങ്ങളിൽ വീട്ടുമുറ്റത്തും പൊങ്കാല ഇടാറുണ്ട്. ഭക്തിയാൽ ദേവീനാമങ്ങൾ ഉരുവിട്ടാണ് ഭക്തജനങ്ങൾ സ്ത്രീദേവതകൾക്ക് പൊങ്കാല നൈവേദ്യം അർപ്പിക്കുന്നത്. ജഗന്മാതാവായ പരാശക്തിയെ പൂജിക്കുമ്പോൾ അമ്മയ്ക്ക് മുന്നിൽ ആ സത്സ്വരൂപത്തെ സമർപ്പിക്കുകയാണ് ഇതിലൂടെ ഭക്തർ ചെയ്യുന്നത്. തമസ്സിനെ അകറ്റി വെളിച്ചത്തിനായി പ്രാർത്ഥിക്കുന്നതാണ് ഈ ചടങ്ങിന് പിന്നിലുള്ള സങ്കല്പവും. തങ്ങളുടെ ജയപരാജയങ്ങളും മോഹങ്ങളും മോഹഭംഗങ്ങളുമൊക്കെ വിവരിച്ച് ആശ്വാസം കൊള്ളുകയാണ് പൊങ്കാലയോടെ ലഭിക്കുന്ന സായുജ്യം. ദ്രാവിഡ ജനതയുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ ശ്രേഷ്ഠമായ പൊങ്കൽ പരിണമിച്ചുണ്ടായതാണ് പൊങ്കാല എന്നാണ് വിശ്വാസം. ഭയഭക്തി വിശ്വാസത്തോടെ സ്ത്രീകൾ പൊങ്കാലയിടുമ്പോൾ ആ കലങ്ങളിൽ തിളച്ചുമറയുന്നത് അഹം എന്ന ഭാവമാണ്. അഹം നശിച്ച് അവസാനം അത് നിവേദ്യമായി മാറുന്നു. കടുത്ത ചൂടും ശ്വാസം മുട്ടിക്കുന്ന പുകയും ശബ്ദമുഖരിതമായ അന്തരീക്ഷവും സ്ത്രീകൾക്ക് പരീക്ഷണങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള പ്രാപ്തി നൽകുന്നു. ശാസ്ത്രത്തിൻ്റെ കണ്ണിലൂടെ നോക്കിയാൽ മൺകലത്തിൽ പൊങ്കാലയിടുന്നതിൻ്റെ സവിശേഷതകൾ ഏറെയാണ്. മൺകലത്തിൽ വേവിച്ചെടുക്കുന്ന ആഹാരത്തിലെ മാലിന്യങ്ങളെ മൺകലം വലിച്ചെടുക്കുമെന്ന് ശാസ്ത്രം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്.